അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ സിനിമയുടെ ടീസർ റിലീസായപ്പോൾ തന്നെ വളരെ നല്ല ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം ഈ ഒരു സിനിമ നല്ല രീതിയിലുള്ള ആ ജനർ ഇപ്പോൾ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മനഃപൂർവ്വം കണ്ടില്ല, എന്തായിരിക്കും പടത്തിൽ ഉണ്ടാവാന്ന്, ഇത് കാണാതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ തീരുമാനം വളരെ മികച്ചതായിട്ട് തോന്നി. കാരണം വളരെ സാറ്റിസ്ഫൈ ചെയ്തൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയായി മാറി. അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ടിബറ്റൻ ഡയറക്ടറുടെ പടമാണ്. ആള് നല്ല രീതിയിലുള്ള വർക്കൗട്ട് ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടെന്ന് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പല സീനുകളിലും ആ ഒരു എക്സിക്യൂഷൻ ആയാലും അല്ലെങ്കിൽ ആ സിനിമയിൽ ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ജിനു എബ്രഹാമിന്റെ മുമ്പത്തെ തിരക്കഥകളെക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയുടെ തിരക്കഥയാണ്. പ്രത്യേകിച്ച് ആ സിനിമയുടെ ഇപ്പൊ ഈവൻ സെക്കൻഡ് ഹാഫിലൊക്കെയുള്ള പല കാര്യങ്ങളും ഫൈൻഡിങ്സും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ തോന്നി. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊവിനോന്റെ ആ ഒരു ക്യാരക്ടർ, ഒരു ആനന്ദ് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ക്യാരക്ടറിന്റെ ആ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ആളുടെ ഒരു ടീം, ആൾക്ക് നേരിടേണ്ടി വരുന്ന രണ്ട് കേസുകളും, ഈ രണ്ട് കേസുകളും നമ്മൾ ചില സിനിമകളിൽ കാണുന്ന പോലെ എല്ലാം ശുഭമായിട്ട് അവസാനിപ്പിക്കാതെ അതിലുണ്ടാവുന്ന ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആൻഡ് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് പിന്നെ എടുത്ത് പറയേണ്ടത്. പിന്നെ ഈ കാലഘട്ടങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1993-94 കാലഘട്ടങ്ങളിലായിട്ടാണ് കഥ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ഹെയർ സ്റ്റൈൽ ആയാലും ഇപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ്, അതുപോലെ വണ്ടികൾ, അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചർ ഒക്കെ, ആ പ്രൊഡക്ഷൻ ഡിസൈൻ ആൻഡ് ആർട്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു. അത് അവരെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യാൻ തന്നെ പറ്റില്ല. പ്രൊഡക്ഷൻ ഡിസൈൻ നോക്കിയപ്പോൾ മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നല്ല വൃത്തിക്ക് തന്നെ പല സീനുകളിലും നൈസായിട്ട് തോന്നി. ആ ഒരു കാലഘട്ടത്തെ അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് പറ്റി. പിന്നെ പറയേണ്ടത്, ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമകളിൽ എത്ര സിനിമകളിൽ ഈവൻ പോലീസ് ബേസ്ഡ് ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ജനറായിട്ട് വരുന്ന സിനിമകളിൽ എവിടെയൊക്കെ ഈ ഒരു ഫോറൻസിക്കിന്റെ യൂസേജ് എത്രത്തോളം യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയില്ല. കാരണം പല സിനിമകളും ഉണ്ടല്ലോ. പക്ഷെ ഈ സിനിമയിൽ ഫോറൻസിക്കിന്റെ ഉപയോഗം വളരെ നൈസായിട്ട് തന്നെ, ഈവൻ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എടുത്തെടുത്ത് കാണിച്ച് പല സീനുകളിലും അതിന്റെ ആ ഒരു സംഭവം കൊണ്ടുവരാനായിട്ട് പറ്റി എന്നുള്ളതാണ് അതെനിക്ക് വളരെ യുണീക്ക് ആയിട്ട് തോന്നി. കാരണം അങ്ങനെയുള്ള ഒരു കാര്യം അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ അങ്ങനെ കൊണ്ടുവന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ നൈസായി. ഞാൻ ടൊവിനോന്റെ ക്യാരക്ടറിന്റെ ആ ഒരു പെർഫോമൻസ് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ട്. കാരണം തന്റെ സുപ്പീരിയേഴ്സ് ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, ഒരു മിസ്സിംഗ് കേസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സുപ്പീരിയേഴ്സ് ഇടപെടുമ്പോൾ തനിക്ക് ഈ ഒരു കേസിൽ തോന്നിയിട്ടുള്ള ചില ഫൈൻഡിങ്സ് പറയുന്ന ഒരു സീൻ ഉണ്ട്. ആ സീനിൽ ആ ഒരു അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കുന്നുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ട് തപ്പുന്ന ഒരു ടൊവിനോന്റെ ഒരു മാനറിസം ഉണ്ടായിരുന്നു. അത് വളരെ നൈസ് ആയിരുന്നു. അത് വളരെ നാച്ചുറൽ ആയിട്ട് ആ സീനിൽ തോന്നി. ആൻഡ് നൈസ് ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റി. അദ്ദേഹത്തിന്റെ ആ ഒരു മുമ്പത്തെ സിനിമകളിലത്തെ പെർഫോമൻസ് ആൻഡ് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് രീതിയിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൊവിനോ എന്നൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം തോന്നി ഈ ഒരു സീനും കൂടി കണ്ടപ്പോൾ. മറ്റുള്ള കാസ്റ്റ് ഇപ്പോ അസീസ്, അതുപോലെ തന്നെ കോട്ടയം നസീർ, ആ കോട്ടയം നസീറിനൊക്കെ കിട്ടിയ ക്യാരക്ടർക്ക് നന്നായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ബാബുരാജ്, ഷമ്മി തിലകൻ, അവരൊക്കെ എല്ലാവരുടെയും റോളുകൾ നന്നായിരുന്നു. ആൻഡ് സാദിഖിന്റെ ഒരു റോൾ ഉണ്ടായിരുന്നു സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. ഇവർക്ക് രണ്ടാമതായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു കേസിന്റെ സമയത്ത് ആ ഒരു കേസിനെ ചുറ്റിപ്പറ്റി നടന്ന സംഭവങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്ന നരേഷൻ വളരെ നന്നായിരുന്നു. ആൻഡ് എല്ലാവർക്കും കിട്ടിയ റോള് നന്നായി തന്നെ ചെയ്യാൻ സാധിച്ചു. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാലഘട്ടത്തിനെ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു മുഷിച്ചിട്ടുണ്ടാക്കാതെ പടത്തിന്റെ ആ ഒരു ഫ്ലോ പോകുന്നുണ്ടായിരുന്നു. ഈവൻ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ഗൗതം ശങ്കർ നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പല സീക്വൻസിലും ആ ഒരു സീനിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും കൊണ്ടുവരാൻ പറ്റി. ഈവൻ ഇപ്പോ ഡ്രസ്സിങ്ങിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, ആ ഒരു കാലഘട്ടത്തിലത്തേതൊക്കെ ഒരു പെർട്ടിക്കുലർ സീനിൽ ഇപ്പോൾ ടൊവിനോ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ആയാൽ പോലും, ഒരു പോലീസ് ഇപ്പോൾ എസ് പിയുടെ ഓഫീസിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുള്ള ഒരു ഡ്രസ്സ് ആയാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെയധികം മാച്ചായി നിൽക്കുന്ന പോലെ തോന്നി. ആൻഡ് അതൊക്കെ വളരെ നൈസായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ പറയേണ്ടത് സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ള സന്തോഷ് നാരായണൻ. ടൈറ്റിൽ മ്യൂസിക് വളരെ നന്നായിരുന്നു. അത് നല്ലൊരു പ്രത്യേക വൈബ് തന്നെ ക്രിയേറ്റ് ചെയ്തു പടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു മ്യൂസിക്. അത് മാത്രമല്ല, അത് അവർ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫോൺസ് ഒക്കെ വളരെ കൊള്ളായിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഈ 93-94 ആ കാലഘട്ടത്തിലൊക്കെ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഫോണ്ടൊക്കെ. അത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ആ ഒരു സിനിമയുടെ ഒരു ഈവൻ എൻഡ് ക്രെഡിറ്റ്സിലായാലും ആ ഒരു പേരുകൾ മലയാളത്തിൽ എഴുതി കാണിക്കുമ്പോൾ ആ ടൈപ്പ് ഒരു ഫോണ്ട് അവരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഈ പടത്തിൽ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത്, പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മിസ്സിംഗ് കേസിന്റെ ഒരു കൺക്ലൂഷനിൽ ഇവർ എത്തുന്നുണ്ട്. ഇങ്ങനെയാണ് സംഭവം നടന്നതെന്നുള്ളത്. ആ ഒരു സംഭവം നടന്ന ടൈമാണ് എനിക്ക് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. അത് എത്രത്തോളം ആ ഒരു ചോദ്യം അവിടെ നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. അത് എങ്ങനെ ഈ ഒരു സീക്വൻസിൽ ഇങ്ങനെ ഒരു ടൈം ഇങ്ങനെ കൊണ്ടുവരണമായിരുന്നോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് സിനിമയുടെ ആ ഒരു ചില ഈവൻ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ചില ആൾക്കാർ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ദൃക്സാക്ഷികൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന അത്യാഹിതം അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ
ഇതിൽ കൊണ്ടുവന്നത്. സാധാരണ ഒരു ഭാഷയായിട്ട് പറയാതെ അങ്ങനെ ചില വാക്കുകൾ കൊണ്ടുവന്നൊക്കെ ചെറിയൊരു കല്ലുകടി ഉണ്ടാക്കി. ആൻഡ് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയുള്ളൂ. ബട്ട് അതർവൈസ് സിനിമ എനിക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തു. ആ പടത്തിന്റെ മൊത്തം ഈവൻ അവസാനിച്ചിട്ടുള്ളത് ഒരു സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് അതിന് ഈഗർലി വെയിറ്റിംഗ്. എണ്ണം പറഞ്ഞൊരു ത്രില്ലറുകളിൽ നല്ലൊരു ത്രില്ലർ കൂടി കയറിയിരിക്കുകയാണ് എൻ്റെ ഒരു ലിസ്റ്റിൽ. അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ